ഗർഭിണിയായ ഭാര്യയെ ഡോക്ടർമാരുടെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടത് അംഗീകരിക്കാത്തതിൽ പ്രകോപിതനായ ഭർത്താവ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലേബർ റൂം അടിച്ചു തകർത്തു. പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസും ആശുപത്രി സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ബലപ്രയോഗിച്ച് കീഴ്പ്പെടുത്തി. കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പിലെ റാഷിദ് ആണ് അക്രമം നടത്തിയത്. ഇന്നലെ രാത്രി 7:30-ഓടെയാണ് സംഭവം. മെഡിക്കൽ കോളേജ് ലേബർ റൂമിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ച റാഷിദിന്റെ ഭാര്യയെ അവരുടെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇയാൾ ബഹളം വെച്ചത്. നഴ്സിംഗ് ഓഫീസർ സുനിലയെ അശ്ലീല ഭാഷയിൽ ചീത്ത വിളിക്കുകയും ലേബർ റൂമിലെ വാതിലുകളും ഫർണിച്ചറുകളും അടിച്ചു തകർത്ത് ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് അധികൃതർ വിവരമറിയിച്ചത് പ്രകാരം പരിയാരം പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്തിയ പോലീസുകാരും മെഡിക്കൽ കോളേജ് സുരക്ഷാ വിഭാഗം ജീവനക്കാരും ഏറെ പണിപ്പെട്ടാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. അക്രമം നടത്തുന്നതിനിടെ പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ 15,000 രൂപയുടെ നാശനഷ്ടമുണ്ടായി. നഴ്സിംഗ് ഓഫീസർ സനിലയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് റാഷിദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളെ ഇന്ന് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കും. ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുന്നതും ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുന്നതും സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയ ഹോസ്പിറ്റൽ ആക്ട് പ്രകാരം ജാമ്യമില്ലാത്ത കുറ്റമാണെന്ന് പരിയാരം പോലീസ് അറിയിച്ചു. കൊല്ലംപറമ്പിൽ ബോർവെൽസ്, ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു. മാസ്റ്റർ ഡ്രില്ലിംഗ്, ട്രാക്ടർ ഡ്രില്ലിംഗ്, ഇൻവെൽ ഡ്രില്ലിംഗ്. കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം. കേരള സർക്കാർ അംഗീകൃത ഏജൻസി.